വിശുദ്ധ ഖുർആൻ വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്ത പ്രധാനപ്പെട്ട ഒന്നാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത്. ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളാവുക. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വിദ്വേഷം വെറുപ്പ് ഉണ്ടെങ്കിൽ പോലും അവരോട് അനീതി ചെയ്യാൻ പാടില്ല. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതി പുലർത്താനും ഇഹ്സാനോടുകൂടി ജീവിക്കാനുമാണ്. അതിന് മുഫസ്സിരീങ്ങൾ ചില തഫ്സീറിലൊക്കെ അദിലിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത് ഈമാൻ എന്നാണ്, വിശ്വാസം എന്നാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം വിശ്വാസത്തിൽ ഉൾക്കൊണ്ടതാണ് നീതിബോധം എന്ന് പറയും. ഒരു വിശ്വാസി ആയിരിക്കെ തന്നെ അയാളിൽ ഉണ്ടാവേണ്ട ഗുണമാണേത്? നീതി എന്ന് പറയുന്ന ഗുണം. അദില്, കിസ്ത് തുടങ്ങിയ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ലോകത്ത്, ഒരു വ്യവസ്ഥയിൽ വിശ്വാസികളുടെ സമീപനം എന്തായിരിക്കണം? ഒന്നാമത്തെ സമീപനം നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നത് തന്നെയാണ്. അത് ചിലപ്പോൾ വ്യക്തികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സംഭവമായിരിക്കും, കുടുംബങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സംഭവമായിരിക്കും, നാടിന്, പ്രദേശങ്ങൾക്ക്, സമുദായങ്ങൾക്ക്, സംഘടനകൾക്ക്, ഇങ്ങനെ തുടങ്ങി വിവിധ തലങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്ന തലങ്ങളുണ്ടാവും. ആ സന്ദർഭത്തിൽ വിശ്വാസികൾ എവിടെയാണ് നിലയുറപ്പിക്കേണ്ടത്? സംശയമില്ല, നീതിയുടെ കൂടെ തന്നെയാണ്. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുക, നീതിക്ക് വേണ്ടി സാക്ഷികളാകുക. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നീതിയുടെ കൂടെ നിൽക്കുക. വൽ അഖ്റബീൻ, നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അനീതിയുടെ ഭാഗത്തെങ്കിലും നീതിയുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീതിബോധം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട ജനതയുടെ കൂടെ, സമൂഹങ്ങളുടെ കൂടെ, സമുദായങ്ങളുടെ കൂടെ നിലയുറപ്പിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിച്ച സന്ദർഭം ഖുർആൻ തന്നെ പറയുന്നു. രണ്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നം, ഒരു പടയങ്കി മോഷ്ടിച്ചു എന്നതാണ്. പടയങ്കി മോഷ്ടിച്ച ആള് പടയങ്കി ഒരു ജൂത സഹോദരനായ ആളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഈ പടയങ്കി മാവിന്റെ ചാക്കിന് കൊളത്തിയിട്ട്, ഈ മാവ് പടയങ്കി പോയടത്തൊക്കെ മാവിന്റെ അടയാളമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിയെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ എടുത്ത ആളെയല്ല പിടിച്ചത്, തെളിവ് നോക്കിയാണ് പിടിച്ചത്. അങ്ങനെ തെളിവുകളാണല്ലോ പ്രധാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നഹ്നു നഹ്കുമു ബിൽ-ലവാഹിർ വല്ലാഹു യഅലം ബിസ്-സറായിർ. ഞാൻ ഒരു കാര്യം തീർപ്പ് കൽപ്പിക്കുന്നത് പുറമെയുള്ള കാര്യങ്ങൾ, ലവാഹിറായ കാര്യങ്ങൾ നോക്കിയിട്ടാണ്, തെളിവ് നോക്കിയിട്ടാണ്. പക്ഷേ അത് പൂർണ്ണമായി കൊള്ളണമെന്നില്ല. വല്ലാഹു യഅലമു ബിസ്-സറായിർ, ഉള്ളിലുള്ളത് എന്താണ്, രഹസ്യമായത് എന്താണ് എന്നത് പടച്ചവന് മാത്രമേ അറിയൂ. അപ്പൊ ആ സംഭവത്തിൽ എല്ലാ തെളിവുകളും ഈ ജൂതനായ സഹോദരനെതിരാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെതിരെ വിധിച്ചു, അദ്ദേഹമാണ് മോഷ്ടാവെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ആകാശം അതിൽ ഇടപെടുകയാണ്, അള്ളാഹു ഇടപെടുകയാണ്. സൂറത്തുൻ നിസായിലെ 105 മുതൽ 112 വരെയുള്ള ആയത്തുകൾ ആ സഹോദരന് നീതിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിധിയുമായി ബന്ധപ്പെട്ട ഒരു അവലോകനമാണ് അവിടെ. പക്ഷെ നബി അത് ആളുകളെ പഠിപ്പിക്കുകയാണ്. നബിയെ നിരൂപണം ചെയ്ത ആയത്താണ്, പക്ഷെ ജനങ്ങളത് പഠിപ്പിക്കുകയാണ്. ലോകാവസാനം വരെ വിശുദ്ധ ഖുർആനിൽ ഈ വചനമുണ്ട്, വചനങ്ങളുണ്ട്. അത് മുസ്ലിമായ ഒരാൾ അനീതിയുടെ ഭാഗത്ത് നിൽക്കുകയും മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ നീതി നിഷേധിക്കപ്പെട്ട ആൾക്ക് വേണ്ടി അള്ളാഹു ഇടപെടുക, സംസാരിക്കുക. ഞങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കണം. അപ്പൊ ഒരു സഹാബിയുടെ അടുത്തൊരു ആൺകുട്ടി വന്നു, അദ്ദേഹത്തിന്റെ കുട്ടി തന്നെയാണ്, ആൺകുട്ടി വന്നു. അദ്ദേഹം ആ കുട്ടിയെ മടിയിലിരുത്തുകയും ചുംബിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പെൺകുട്ടി വന്നു.
അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് ദൂരെ ആ കുട്ടി ഇരുത്തി, കുറച്ച് അകലെയായിട്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കൂ, അവർക്കിടയിൽ നീതി പാലിക്കൂ. ഒരു മനുഷ്യൻ ചെയ്യുന്ന അനീതിയിൽ ഏറ്റവും വലിയ അനീതി സ്വന്തം മക്കൾക്കിടയിൽ ചെയ്യുന്ന അനീതിയാണ്. മക്കൾക്കിടയിൽ ഒരു അനീതി ചെയ്യാൻ ഒരു പിതാവിനും പാടില്ല. അത് വലിയ അനീതിയാണ്, സംഭവിക്കാൻ സാധ്യതയുള്ള അനീതിയാണ്. ഇവിടെ ചെറിയ കാര്യം, രണ്ടു മക്കളെ ഒരേപോലെ പിതാവ് പരിഗണിച്ചില്ല. ഇത് കണ്ടപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നീതി പാലിക്കാൻ പറഞ്ഞു. രണ്ടു കുട്ടികൾ എന്തോ കാര്യം എഴുതിയത് ഏറ്റവും ശരി ആരതാണ്, ഏറ്റവും നല്ല എഴുത്ത് ആരതാണ് നോക്കാൻ വേണ്ടി ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വരികയാണ്. അപ്പോ അലി റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്തു പറയാണ്, ഹസൻ, കുട്ടികളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവരുടെ കാര്യത്തിൽ വിധി കൽപ്പിക്കുമ്പോൾ, തീർപ്പ് കൽപ്പിക്കുമ്പോൾ നീതിപൂർവമായിരിക്കണം. കാരണം കുട്ടികളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു അനീതി ബോധ്യപ്പെട്ടാൽ അവരുടെ ജീവിതത്തെയും നിലപാടുകളെയൊക്കെ എന്ത് ചെയ്യും, അത് സ്വാധീനിക്കും. അതുകൊണ്ട് കൂടുതൽ ഗൗരവത്തിൽ നീ എടുക്കണമെന്ന്. അപ്പൊ വ്യക്തികള്, ചെറിയ കുട്ടികള്, സമൂഹങ്ങൾ, സമുദായങ്ങൾ, രാജ്യങ്ങൾ, ഇവിടങ്ങളൊക്കെ ഇടപെടുന്ന സന്ദർഭത്തിൽ അവരോടുള്ള സമീപനത്തിന്റെ ഏറ്റവും കാതലായ വശം നീതിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിപൂർവം ഇടപെടാൻ വേണ്ടി നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യൻ അവൻ ആത്മീയമായ വശങ്ങളുണ്ട്, ധാർമ്മികമായ വശങ്ങളുണ്ട്, ഭൗതികമായ വശങ്ങളുണ്ട്. അപ്പോ ഇസ്ലാം ഈ എല്ലാ വശങ്ങളെയും പരിഗണിച്ച ആദർശമാണ്. ഇപ്പൊ ക്രിസ്തു മതം മനുഷ്യന്റെ ആത്മീയ വശങ്ങളെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിസം മനുഷ്യന്റെ ഭൗതിക വശങ്ങളെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. മെറ്റീരിയലിസ്റ്റ് ആണ്, പദാർത്ഥമാണ് മനുഷ്യൻ എന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യന് വികാര വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ, ആത്മീയമായ കാര്യങ്ങളോ ധാർമ്മികമായ കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുകയില്ല. ഇസ്ലാം ഇതെല്ലാത്തിനെയും ഇങ്ങനെ സമന്വയിപ്പിച്ച് ഒന്നിനെ ഒന്നിൽ നിന്ന് വേർപ്പെടുത്തി ജീവിക്കാൻ പറ്റില്ല എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. ആ ഇസ്ലാമാണ് അള്ളാഹു ദീനായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയും. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു സ്വീകാര്യമായ ആദർശം ഇസ്ലാം മാത്രമാണ്. ഈ എന്തിനാണ് മനുഷ്യന്റെ എല്ലാ വശങ്ങളെയും സമന്വയിപ്പിച്ചത്? മനുഷ്യന്റെ ആത്മീയവും ഭൗതികവും ധാർമ്മികവും അതുപോലെ തന്നെ ശാരീരികവുമായ ആവശ്യങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ജീവിത വ്യവസ്ഥയായി ഇസ്ലാമിനെ പഠിപ്പിച്ചപ്പോൾ ആ ജീവിത വ്യവസ്ഥയുടെ കാതലായി ഖുർആൻ പഠിപ്പിക്കുന്ന എന്താണ്? ജസ്റ്റിസാണ്, നീതിയാണ്. നീതിക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടങ്ങൾ, സമരങ്ങൾ, ശബ്ദങ്ങൾ, ഇതിന് വലിയ വിലയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത 500 റോഹിംഗ്യൻ അഭയാർത്ഥികൾ ബോട്ട് മറിഞ്ഞ് മുങ്ങി മരിച്ചു എന്നതാണ്. നമുക്കതൊരിങ്ങനെ എവിടെങ്കിലും സൈഡിലൊരു വാർത്തയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ 1-2 ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു വിവരം. 500 ആളുകൾ ഒരു ദിവസം ബോട്ട് മറിഞ്ഞ് മരിച്ചതല്ല, ദിവസങ്ങൾ ഗതി കിട്ടാതെ, അഭയം കിട്ടാതെ, പട്ടിണി കടന്ന്, കടലിൽ ഉഴറി നടന്ന് ആ ബോട്ട് മരിച്ചിട്ടാണ് 500 ആൾ മരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ്ലെസ് ആയ സമുദായമാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. 1982 മ്യാൻമാർ അവിടെ പൗരത്വ നിയമം പാസ്സാക്കി. അപ്പൊ പൗരത്വം എന്ത് ചെയ്തു? റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പുറത്തായി. ഇന്ന് 10 ലക്ഷം ആളുകൾ ബംഗ്ലാദേശിൽ മാത്രം അഭയാർത്ഥികളാണ്. ഇന്ത്യയിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ അഭയാർത്ഥികളുണ്ട്, പല പ്രദേശങ്ങളിൽ അഭയാർത്ഥികളുണ്ട്. ഇപ്പൊ ലോകത്ത് പൗരത്വ നിയമം വന്നതോടുകൂടി പൗരത്വമില്ലാത്ത ഏറ്റവും വലിയ സമൂഹമാണ് ലോകത്ത് തന്നെ ആര്? റോഹിംഗ്യക്കാർ എന്ന് പറയും. ആ ജനത കടലിലൂടെ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് 5-6 ദിവസം കഴിയേണ്ട അവസ്ഥ ഉണ്ടായി. ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ട് സന്നദ്ധ സംഘടനകള് വെള്ളം ബോട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കും. ബോട്ടിൽ ഈ ബോട്ടിൽ ആ വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങൾ കഴിയേണ്ടി വന്നു.
ആധുനിക മനുഷ്യൻ ജീവിക്കുന്ന ലോകത്താണ് പട്ടിണി കടന്ന് രാജ്യങ്ങളില്ലാതെ സ്ഥലവും പ്രദേശവും ഇല്ലാതെ 500 ആള് മുങ്ങി മരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല ഒരു ബോട്ടപകടത്തിൽ മരിച്ചതല്ല. നമ്മളൊരു ഉല്ലാസയാത്ര പോകുമ്പോൾ ഒരു ബോട്ട് മറിഞ്ഞിട്ട് മരിക്കണ മരണമല്ല ഇത്. ലോകത്തെ നീതിബോധത്തെ ചോദ്യം ചെയ്യുന്ന മരണമാണ് ഈ 500 മനുഷ്യരുടെ മരണം എന്ന് പറയും. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. വിശുദ്ധ ഖുർആൻ ചോദിക്കാണ്, നീതി നിഷേധിക്കപ്പെട്ട് ഈ മനുഷ്യർ 500 ആള് കടലിൽ ബോട്ട് മറിഞ്ഞ് മരിച്ചപ്പോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? വമാ ലക്കും ലാ തുഖാതിലൂൻ, എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ചോദിക്കുകയാണ്. നമ്മളപ്പോഴും താടിയുടെ നീളവും പാന്റിന്റെ നീളവും ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി നിൽക്കണം. അത് ഇസ്ലാം അല്ല എന്നല്ല ഞാൻ പറയണത്. ഇവിടെ നീതിബോധമുള്ള ഒരു ജനതയെ ലോകത്ത് സമ്മാനിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് നീതി എന്ന് പറയുമ്പോൾ രണ്ടാമത് അതിന്റെ കൂടെ ചേർക്കുന്ന പേരായി ലോകം വിളിച്ച പേരാരുടേതാണ്? പ്രവാചക ശിഷ്യനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി ഇന്ത്യക്ക് ഉമറുൽ ഫാറൂഖിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളെ ഭരിക്കുമെന്നാണ്. നിങ്ങൾക്ക് സാമൂഹ്യ കാര്യങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ അധികാരം നിങ്ങളെ നിയന്ത്രിക്കുമെന്നതാണ്. നിയന്ത്രിക്കുന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ് ഭേദഗതി നിയമം എന്ന് പറയും. വഖഫ് ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ വഖഫ് സ്വത്ത് കയ്യേറിയാൽ അത് ഒഴിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഇതിനില്ല. വഖഫ് ബോർഡ് ഇപ്പൊ മരവിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തെന്താണ്? മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അതിൽ വേണം എന്നാണ്. വഖഫ് പ്രോപ്പർട്ടി അടിസ്ഥാനപരമായി ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. വഖഫ് പരിപാലിക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ വഖഫ് പരിപാലിക്കേണ്ടത് ആരാണ്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമൽ ആഖിർ വഅഖാമ അസ്സലാ വആത അസ്സകാ വലം യഖ്ശ ഇല്ലല്ലാഹ്. 5 നിബന്ധനയുള്ള ആളുകളാണ് വഖഫ് പരിപാലിക്കുന്നത്. ഒന്നാമത്തത് വിശ്വാസിയാവണം എന്നാണ്. ഈ നാട്ടിൽ എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം ആചരിക്കാനും പ്രചരിപ്പിക്കാനും അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വഖഫിന്റെ കാര്യത്തിൽ എത്തുമ്പോൾ മാത്രം അതില്ല എന്ന് പറയുന്നത് നീതി നിഷേധമാണ്. ഇത് നിഷേധമാണ്. ഇതുവരെ നിങ്ങള് മറമാടിയിരുന്ന സ്ഥലം ഒരാൾ കയ്യേറിയിട്ട് പറയാണ് അത് ഖബർസ്ഥാനല്ല, വഖഫല്ല എന്ന് പറഞ്ഞാൽ നാളെ മുതൽ അവിടെ ഖബർ ചെയ്യേണ്ടെന്നാണ്, മറമാടണ്ടെന്നാണ് നിയമം. കാരണം നിങ്ങൾ മതപരം എന്ന് പറയുന്ന കാര്യത്തിലും ആരിടപെട്ടു? നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലെങ്കിൽ രാഷ്ട്രീയം ഇടപെട്ടു. അപ്പൊ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളെ ഭരിക്കും എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. നിങ്ങൾ നിസ്കരിക്കണോ നിസ്കരിക്കേണ്ട തീരുമാനിക്കുന്നത് പള്ളി കമ്മിറ്റി അല്ല. ആരാണ്? ഇവിടുത്തെ നിയമവും ഭരണകൂടങ്ങളുമാണ്. അതുകൊണ്ടാണ് ബുൾഡോസർ രാജ് ഇവിടെ നടക്കുന്നത്, ബുൾഡോസർ രാജുകൾ നടക്കുന്നത്, പള്ളികൾ പൊളിക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളി തകർക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയ അക്രമം വേറെ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ സാധിച്ചിട്ടുണ്ട്. പള്ളിയെ പൊളിക്കുകയും പൊളിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരാളും ചരിത്രത്തിൽ എവിടെയും ഉയർന്നു വന്നിട്ടില്ല. ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോ കമാൽ മൗല മസ്ജിദ്, ഫരീദാബാദിലെ ഫരീദാബാദ് മസ്ജിദ്, ഹിൽദ്വാനി മസ്ജിദ് തകർത്തപ്പോഴാണ് വെടിവെപ്പുണ്ടായി അവിടെ ചില ആളുകൾ കൊല്ലപ്പെട്ടത്. ഗ്യാൻവാബി മസ്ജിദ്, ഗരീബ് നവാസ് മസ്ജിദ് യുപിയിലെ, മെഹ്റോളി മസ്ജിദ് ഡൽഹിയിലെ 600-800 വർഷം പഴക്കമുള്ള പള്ളികളാണ്. ഇതൊക്കെ തകർക്കപ്പെട്ട പള്ളികളും തകർക്കാൻ വേണ്ടി അതുപോലെ കേസുകളും പെറ്റീഷനൊക്കെ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പള്ളിയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. 40-50 പള്ളികൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ചെറുതും വലുതുമായി ഭാഗികമായോ പൂർണ്ണമായോ തകർത്തു. മദ്രസകൾ. നീതി നിഷേധിക്കപ്പെടുന്ന ലോകത്ത് നിങ്ങൾ എന്താണ് മൗനമായി നിൽക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? നീതിക്ക് വേണ്ടി പോരാടുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ നമ്മുടെ നെഞ്ചത്ത് തറക്കുന്ന ചോദ്യമാണ്. അനേകം ചെറുപ്പക്കാർ, പരപ്പനങ്ങാടിയിലെ സക്കരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്.
18 വയസ്സിലാണ് പിടിച്ചു കൊണ്ടുപോയി. 17 കൊല്ലമായി. കേസ് ശരിയാണോ തെറ്റാണോ നോക്കണ്ടേ, വിചാരണ നടത്തണ്ടല്ലോ. 17 കൊല്ലമായിട്ട് വിചാരണ തടവുകാരനാണ്. അങ്ങനെ എത്ര, അതൊരു സിമ്പലാണ്, ഒരു പ്രതീകമാണ്. നിയമവ്യവസ്ഥ ദുർബലമായ സമൂഹത്തിലെ ഒരു പ്രതീകം മാത്രമാണ്. അതുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്ന അനേകം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ജയിലറകളിലുണ്ട്. അവർ ചെയ്ത തെറ്റെന്തെന്നാണ് അവർക്കും അറിയില്ല, പിടിച്ച ആളുകൾക്കും അറിയില്ല. അങ്ങനത്തെ ഒരാൾ മാത്രമല്ല, ആയിരക്കണക്കിന് മനുഷ്യർ ജയിലറകളിലുണ്ട്. മ്യാൻമാർ എന്ന് പറയുന്ന ഒരു കാലത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൊസൈറ്റിയാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. ഇന്ന് സ്റ്റേറ്റ്ലെസ് ആയ, ഭക്ഷണം കിട്ടാതെ പട്ടിണി കടന്ന് ദിവസങ്ങളോളം കടലിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ജനത 4 നൂറ്റാണ്ട് കാലം അവിടെ പല സ്ഥലങ്ങളിലും ഏറ്റവും വലിയ വ്യവസായികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ വ്യവസായികൾ, സമ്പന്നരുണ്ടായിരുന്നു. റോഹിംഗ്യ മ്യാൻമാറിലെ, ബർമയിലെ നഗരങ്ങളിൽ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടേതായിരുന്നു. എന്നെവിടെയാണ് സമ്പത്തുണ്ടായി, പൈസ ഉണ്ടായി, ആൾബലമുണ്ടായി എന്നതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. അപ്പോ ഈ നീതി പല രീതിയിൽ ലോകവും രാജ്യങ്ങളും സമൂഹങ്ങളും സമുദായങ്ങളും ലോകത്ത് നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ചെയ്യരുതെന്ന് പറയാൻ, നോ എന്ന് പറയാൻ, അരുതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തടയണം. ഇല്ലെങ്കിൽ ആ പ്രവൃത്തിയെ നിങ്ങൾ മനസ്സുകൊണ്ട് വെറുക്കണം. ദാലിക അദ്അഫുൽ ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതും ഇല്ലെങ്കിൽ പിന്നെ അപ്പുറത്തേക്ക് ഈമാൻ ഇല്ല എന്നാണ്. ഇല്ല, 500 ആള് ബോട്ട് മുങ്ങി മരിച്ചു എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ അതിന് കാരണക്കാരായ ആളുകളുണ്ടാവും. അതിനോടൊരു വെറുപ്പ്, ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ, ഒരു നീറ്റൽ ഇല്ല എങ്കിൽ ദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. പിന്നെ അപ്പുറത്ത് ഈമാൻ ഇല്ല. അതുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി അവരുടെ പക്ഷത്ത് നിൽക്കുക. രണ്ടാമത്തോ, പീഡിതരെ സഹായിക്കുക. മർദ്ദിതരായ ജനതയെ ശാരീരികമായി, സാമ്പത്തികമായി, ധാർമ്മികമായി അവരെ സഹായിക്കാൻ സാധിക്കുന്ന അത്രയും നമ്മൾ സഹായിക്കും. ലോകത്ത് നിഷേധിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി നമ്മളെ സഹായിക്കുക. അതുപോലെ തന്നെ വിദ്വേഷം ഒഴിവാക്കുക. വിദ്വേഷവും വെറുപ്പും പരത്തിയിട്ടാണ് നീതി നിഷേധത്തിന്റെ കളമുണ്ടാക്കുന്നത്. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഏറ്റവും മാരകമായ ഒരു പ്രചരണം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? കുറെ ആളുകളെ, നിരപരാധികളെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പ്രോപ്പഗണ്ടയാണ്. ഈ പ്രോപ്പഗണ്ടകൾ, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രോപ്പഗണ്ട ഏത് സമൂഹത്തിൽ ഉണ്ടായോ ആ സമൂഹത്തിന് 2 അപകടങ്ങൾ ഉണ്ടാവും. ഒന്ന്, ആ സമൂഹം വളരില്ല, വികസിക്കില്ല, പ്രോഗ്രസ് ഉണ്ടാവില്ല. രണ്ടാമത്തേതോ, അവിടെ കൊലപാതകങ്ങൾ വർദ്ധിക്കും. വിദ്വേഷത്തിന്റെ പേര് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? പരസ്പരം കൊല്ലുക എന്നുള്ളതാണ്. വിദ്വേഷം ഏതെങ്കിലും ഒരു ജനതക്ക് നീതി നിഷേധിക്കണമെന്ന് തോന്നിയാൽ ആ ജനതക്കെതിരെ വിദ്വേഷം നമ്മൾ പ്രചരിപ്പിച്ചാൽ മതി. പിന്നെ അവർ നീതി നിഷേധിച്ച ലോകത്തിൽ ഒരാൾ പോലും ചോദിക്കൂല. നീതി നിഷേധിക്കപ്പെടുന്ന ജനത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിൽ കക്ഷികളാവാനോ അതിനെ പിന്തുണക്കാനോ അതിന് ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഒരിക്കലും നമ്മൾക്ക് പാടില്ല. വിദ്വേഷത്തിന്റെ പ്രചാരകരാവാൻ പാടില്ല. 4ാമത്തെ കാര്യം, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന, അവർക്ക് വേണ്ടി സഹായം. നേരത്തെ പറഞ്ഞല്ലോ, മർദ്ദിതരെ നിയമപരമായി സഹായിക്കാം, ധാർമ്മികമായി സഹായിക്കാം, സാമ്പത്തികമായി സഹായിക്കാം, ശാരീരികമായി സഹായിക്കാം. അതേപോലെ വിശ്വാസികൾ ലോകത്ത് നീതി നിഷേധിക്കപ്പെടുന്നവരോട് അവരുടെ ഐക്യദാർഢ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തുകൊണ്ടാണ്? റോഹിംഗ്യക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്തുകൊണ്ടാണ്? ലോകത്തെ ജനവിഭാഗങ്ങൾക്ക് മുഴുവൻ നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, ജാതി മത സമുദായങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. നീതി നിഷേധിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമ്മളിൽ വിശ്വാസമുണ്ട് എന്നതിന്റെ അടയാളമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, എന്റെ ഉള്ളിൽ ഈമാനുണ്ട് എന്നതിന്റെ തെളിവാണ് നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്.
ലോകത്ത് നീതി നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ശബ്ദിക്കാനുമുള്ള കഴിവ്, ശേഷി വിശ്വാസികൾ നേടിയെടുക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ൽ എന്ന് പറഞ്ഞപ്പോ ഈമാനാണ് അതിന്റെ പര്യായമെന്ന് പറഞ്ഞത്. വിശ്വാസം തന്നെയാണ് അദ്ൽ എന്ന് പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് പടച്ച റബ്ബ് നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും നീതി നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും ശബ്ദിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.